ജീവൻ തന്നെ നഷ്ടമാകും. അത്രമാത്രം ശ്രദ്ധ ആവശ്യമായി വരുന്ന, ബദ്ധശ്രദ്ധരായി ജോലി ചെയ്യേണ്ടി വരുന്ന നേഴ്സുമാർക്ക്, ഇത്രയും ക്വാളിഫൈഡ് ആയ നേഴ്സുമാർക്ക് ഇതുപോലെ തെരുവിൽ പൊടിയും വെയിലുമേറ്റ് സമരം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൽ തന്നെ അങ്ങേയറ്റം അപമാനകരമാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് മാതൃകയാണ്. ഈ കാര്യത്തിലും ഇന്ത്യക്ക് മാതൃകയാകാൻ കേരളത്തിന് സാധിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. മാനേജ്മെന്റ് പിടിവാശി ഉപേക്ഷിക്കണം. ഇപ്പൊ ശമ്പളത്തിന്റെ കാര്യത്തിൽ സ്വല്പം ഭേദമാണെന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുക. മറ്റു പല ഇപ്പൊ എറണാകുളത്തും പല ജില്ലകളിലും ഇതുപോലുള്ള സമരത്തിന്റെ പിന്തുണയുമായി പോയ ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു. പല മാനേജ്മെന്റുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഭേദമാണ്. ശമ്പളത്തിന്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്വല്പം ഭേദമാണ്. പക്ഷെ അതുകൊണ്ടായിട്ടില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ന്യായമായ, വളരെ മിതമായ കാര്യമാണ്. ഒരു കാര്യവും അനർഹമായ ഒരു കാര്യവും അനാവശ്യമായ ഒരു ഡിമാൻഡും ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ടേക്ക് വെക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരം രമ്യമായി ഒത്തുതീർക്കാൻ ഈ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറാകണം. അവർ പിടിവാശി ഉപേക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഫീമെയിൽ നേഴ്സുമാരാണ്. മെയിൽ നേഴ്സുമാർ കുറവാണ്. അതുകൊണ്ട് ഫീമെയിലാണ്. അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ സമരം ചെയ്ത് കുറച്ച് സമയം കളയും. അതുകൊണ്ട് സ്വമേധയാ സമരം ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ജോലിക്ക് വരും എന്നാണ് മാനേജ്മെന്റ് ധരിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇത് കണ്ണൂരാണ്. തീർച്ചയായും ഈ കണ്ണൂർ രംഗത്ത് വരുന്ന കാര്യം അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ സാധാരണ നമ്മൾ പറയാറുണ്ട്, അമർന്ന് കത്തുന്നതും തീയാണ്, ആളി കത്തുന്നതും തീയാണ്. അമർന്ന് കത്തുന്ന തീ ആളി കത്താൻ അധികം സമയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു പരിഭ്രാന്തിയുടെ, ഒരു പരിഭവത്തിന്റേതായ ഒരു 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 മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായിട്ടില്ല. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തീ ആളി കത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനുള്ള വിവേകം മാനേജ്മെന്റ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം വിജയപഥത്തിലെത്തിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ നേഴ്സ് സഹോദരന്മാരോടുമുള്ള ഐക്യദാർഢ്യം ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമരം വിജയത്തിലെത്തുന്നവർ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും